വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിൻ്റെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. പ്രവർത്തനം 1, എൻ്റെ പ്രദേശത്തെ മലിനീകരണ പ്രശ്നങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി ചെയ്ത അന്വേഷണ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് മണ്ണ്, ജലം, വായു എന്നീ 3 മേഖലകളുടെ മലിനീകരണത്തെ സംബന്ധിച്ചാണ്. ചോദ്യം, ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് ഗ്രഹസന്ദർശന സമയത്ത് കുട്ടി ചോദിക്കാവുന്ന ഓരോ ചോദ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ചോദിക്കാം നമുക്ക്? മണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറുകളും എന്തെങ്കിലും നിങ്ങൾ മണ്ണിൽ നിക്ഷേപിക്കാറുണ്ടോ എന്ന് ചോദിക്കാം. ജലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചോദിക്കാം? നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് വെള്ളമൊക്കെ എന്താണ് ചെയ്യാറുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നത് എന്ന് ചോദിക്കാം. ഇനി വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചോദിക്കാം? നിങ്ങളുടെ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നിങ്ങൾ കത്തിക്കാറുണ്ടോ എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ വീട്ടിൽ എത്ര വാഹനങ്ങളുണ്ട് എന്നുള്ളതും ചോദിക്കാവുന്നതാണ്. അതുപോലെ തുറസായ സ്ഥലത്ത് മാലിന്യങ്ങൾ കത്തിക്കാറുണ്ടോ എന്നും ചോദിക്കാം. ഇനി ബി, മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിന് ഏറ്റെടുക്കേണ്ട 2 പ്രവർത്തനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്? ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റെടുക്കാം. അതേപോലെ തന്നെ ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം ചെയ്യാം. ഇതൊക്കെ നമുക്ക് മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സി ചോദ്യം, ഹരിത കർമ്മസേന നിർവഹിക്കുന്ന 2 സേവനങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും നിശ്ചിത ഇടവേളകളിൽ വൃത്തിയാക്കിയ അജൈവ മാലിന്യം തരംതിരിച്ച് ശേഖരിക്കും. അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത്. ഇനി പ്രവർത്തനം 2, ഒരു കുട്ടി ചെയ്ത പരീക്ഷണത്തിൻ്റെ ഫലം രേഖപ്പെടുത്തിയ പട്ടിക പരിശോധിക്കൂ. ക്ലാസ് 1 ജലത്തിലേക്ക് തേൻ ഒഴിച്ചപ്പോൾ അത് ജലത്തിൽ ലയിച്ചു ചേർന്നു. ക്ലാസ് 2 ജലത്തിലേക്ക് തേൻ ഒഴിച്ചപ്പോൾ അടിത്തട്ടിൽ അടിഞ്ഞുകൂടി. ഇനി കോട്ടൺ തുണി തേനിൽ മുക്കി കത്തിച്ചപ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടായി. 2ാമത്തെ ക്ലാസ്സിൽ കോട്ടൺ തുണി തേനിൽ മുക്കി കത്തിച്ചപ്പോൾ നന്നായി കത്തുകയുണ്ടായി. തേൻ ചേർത്ത ജലത്തിന് രുചിവ്യത്യാസമുണ്ട്, തേൻ ചേർത്ത ജലത്തിന് രുചി വ്യത്യാസമില്ല. അപ്പോൾ ഒരു കുട്ടി ചെയ്ത 2 പരീക്ഷണങ്ങളുടെ ഫലമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിലെ ചോദ്യം, ഏത് ക്ലാസ്സിലെ തേനിനാണ് ഗുണനിലവാരമുള്ളത്? നിങ്ങളുടെ അഭിപ്രായത്തെ സമർത്ഥിക്കുക. ഏത് ക്ലാസ്സിലെയാണ്? 2ാമത്തെ ക്ലാസ്സിലെ തേനിനാണ് ഗുണനിലവാരമുള്ളത്. കാരണം ശുദ്ധമായ തേന് വെള്ളത്തിൽ അലിഞ്ഞു ചേരില്ല. ശുദ്ധമായ തേനിൽ മുക്കിയ കോട്ടൺ കത്തിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് ശബ്ദമുണ്ടാകില്ല. ജലത്തിൽ ഒഴിച്ചാൽ അടിത്തട്ടിൽ അടിയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഉള്ളത് ഏതാണ്? 2ാമത്തെ ക്ലാസ്സിലാണ്. ബി, മഞ്ഞൾപ്പൊടി മായം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് ജലം എടുത്തിട്ട് അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വിതറുക. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം താഴേക്ക് പടരും, ഇല്ലെങ്കിൽ നിറം ഇളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയും. ഇതാണ് പരീക്ഷണം. അപ്പോൾ ഇതിനുള്ള പരീക്ഷണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളത് ചേർക്കുന്നതും മായം ചേർക്കലാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങൾ മായം ചേർക്കലിൽ ഉൾപ്പെടുന്നുവെന്ന് എഴുതുക. പിന്നെ എന്തൊക്കെയാണ്? ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ കലർത്തുക. അതുപോലെ തന്നെ ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുക. ഗുണനിലവാരമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃത നിറങ്ങൾ ചേർക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത പ്രവർത്തനം, പട്ടിക പരിശോധിക്കൂ. ഇവിടെ എന്താണ്? എ, ബി, സി, ഡി എന്ന് പറയുന്ന 4 വസ്തുക്കൾ തന്നിട്ടുണ്ട്. അതിൽ ആസിഡിലെ നിറവും ആൽക്കലിയിലെ നിറവുമാണ് തന്നിട്ടുള്ളത്. എ എന്ന് പറയുന്നത് ആസിഡിൽ ഇളം പിങ്കാണ്, ആൽക്കലിയിൽ ഇളം മഞ്ഞയാണ്. ബി എന്ന് പറയുന്നത് നിറമില്ല, ആൽക്കലിയിലാണെങ്കിൽ പിങ്ക് നിറമാണ്. സി എന്ന് പറയുന്നത് ആസിഡിൽ ചുവപ്പും ആൽക്കലിയിൽ നീലയും. ഡി എന്ന് പറയുന്നത് ആസിഡിലെ നിറം ചുവപ്പും ആൽക്കലിയിൽ നീലയുമാണ്. മുകളിൽ കൊടുത്തിട്ടുള്ള എ, ബി, സി, ഡി എന്നിവ സൂചകങ്ങളായി ഉപയോഗിക്കുന്നു. അവ ഏതെന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് കൂട്ടുകാരെ? എ എന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ചാണ്. എ എന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ച്. ബി എന്ന് പറയുന്നത് ഫിനോഫ്തലിൻ ആണ്, ഫിനോഫ്തലിൻ. ഇനി സി എന്താണ്? സി എന്ന് പറയുന്നത് നീല ലിറ്റ്മസ് ആണ്, നീല ലിറ്റ്മസ്. ഡി എന്ന് പറയുന്നതോ ചുവന്ന ലിറ്റ്മസ് ആണ്.
ബി ചോദ്യം, 2 പ്രകൃതിദത്ത സൂചകങ്ങളുടെ പേരും അവക്ക് ആസിഡിലും ആൽക്കലിയിലും ഉണ്ടാകുന്ന നിറം മാറ്റവും എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതൊക്കെ എഴുതാം നമുക്ക്? മഞ്ഞൾ എഴുതാം അല്ലേ. മഞ്ഞൾ ആസിഡിൽ എങ്ങനെയായിരിക്കും? ആസിഡിൽ മഞ്ഞയായിരിക്കും, മഞ്ഞ നിറമായിരിക്കും. ആൽക്കലിയിൽ അതെന്താണ്? ആൽക്കലിയിൽ അത് ചുവപ്പ് നിറമായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു സാധനം പറയും. ചെമ്പരത്തി എഴുതാം. ചെമ്പരത്തി ആസിഡിൽ എങ്ങനെയായിരിക്കും? ആസിഡിൽ ചുവപ്പായിരിക്കും. ഇനി ആൽക്കലിയിൽ വരുമ്പോൾ ആൽക്കലിയിൽ നിറമാറ്റം ഇല്ല. ഓക്കെ, ഇനി സി, തൈരിൽ കാണുന്ന ബാക്ടീരിയ ഏത്? ലാക്ടോബാസിലസ്, കോളിഫോം, റൈസോബിയം. ഏതാണ്? ലാക്ടോബാസിലസ് ആണ്. ഓക്കെ, ഇനി പ്രവർത്തനം 4 നോക്കാനുള്ളത്. ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് നൽകിയ സന്ദേശമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വൃത്തിയുള്ളതും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണ്. ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. ആഹാരം വിളമ്പുന്നതിനും കഴിക്കുന്നതിന് മുമ്പ് കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നൽകാൻ സാധ്യതയുള്ള മറ്റ് ഏതെങ്കിലും 4 നിർദ്ദേശങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? പാചകശേഷം ആഹാരം അടച്ചു വെക്കുക. ശുദ്ധമായ ജലമായിരിക്കണം പാചകത്തിന് ഉപയോഗിക്കേണ്ടത്. ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കണം. അതുപോലെ പഴം, പച്ചക്കറി, മത്സ്യം, മാംസം എന്നിവ കഴുകിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും 4 നിങ്ങൾ എഴുതേണ്ടത്. ഇനി ബി, പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്ന ശാസ്ത്രീയമായ രീതിയുടെ പേരെന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പാസ്ചറൈസേഷൻ ആണ്. ഓക്കെ, പാസ്ചറൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഉത്തരം എന്ന് പറയുന്നത് പാസ്ചറൈസേഷൻ. ഇനി മത്സ്യം കേടുകൂടാതെ ഉപയോഗിക്കുന്ന ഐസ് ദീർഘനേരം അലിഞ്ഞു പോകാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏത്? അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അമോണിയം ക്ലോറൈഡ്. ഇനി 5ാമത്തെ പ്രവർത്തനം നോക്കാം. മനുഷ്യരിലെ വ്യത്യസ്ത ഇനം പല്ലുകളാണ് ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ഇതിൽ സസ്യഭോജികൾക്ക് ആവശ്യമില്ലാത്തത് ഏതാണ് കൂട്ടുകാരെ? കോമ്പല്ലാണ്. ഓക്കെ, ഏതാണ്? കോമ്പല്ലാണ്. ഉത്തരം എന്ന് പറയുന്നത് കോമ്പല്ല്. ഇനി ആഹാരത്തിന് ആമാശയത്തിൽ വെച്ച് നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ തങ്ങി നിൽക്കും. ആമാശയ ഭിത്തിയുടെ ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു. മത്സ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനും രോഗാണുക്കളെ നശിപ്പിക്കാനും ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സഹായിക്കുന്നു. ഇതിൽ ഏതെങ്കിലും 2-3 എഴുതിയാൽ മാത്രം മതി. എന്തായാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് പറഞ്ഞ അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഇനി സി, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലരുന്ന ദഹനരസങ്ങൾ ഏവ? ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനഗ്രന്ഥികൾ ഏവ? ഏതൊക്കെയാണ്? കരളിലെ പിത്തരസമാണ് അല്ലേ. കരളിലെ പിത്തരസവും ആഗ്നേയ ഗ്രന്ഥിയിലെ ആഗ്നേയരസവുമാണ്. അപ്പോൾ കരള് പിത്തരസമെന്നും ആഗ്നേയരസം എന്നുമാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 6ാമത്തെ പ്രവർത്തനമാണ്. ഒരു കുട്ടിയുടെ സ്റ്റീൽ ചോറ്റുപാത്രം മുറുകി അടഞ്ഞുപോയി. ടീച്ചറിൻ്റെ സഹായത്തോടെ പാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കി തുറന്നു. ഖരവസ്തുക്കളിലെ താപവുമായി ബന്ധപ്പെട്ട ഏത് പ്രത്യേകതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയത്? ഏതാണ്? താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, അല്ലെങ്കിൽ തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ഇതാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ബി, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ താപവുമായി ബന്ധപ്പെട്ട് ചോറ്റുപാത്രത്തിൽ സംഭവിച്ചതുപോലെ മറ്റൊരു സന്ദർഭം എഴുതുക. ഏതാണ്? നമുക്കറിയാം കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുന്നത് അല്ലേ. ഇതും ഇവിടെ എഴുതാവുന്നതാണ്. സി, പാത്രം മുഴുവനായി ചൂടാക്കാതെ അടപ്പ് മാത്രം ചൂടാക്കിയതിൻ്റെ കാരണമെന്ത്? എന്തുകൊണ്ടാണ്? പാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കുമ്പോൾ അതുമാത്രം വികസിക്കുകയും പെട്ടെന്ന് തുറക്കാൻ കഴിയുകയും ചെയ്യുന്നു. എന്നാൽ പാത്രം മൊത്തത്തിൽ ചൂടാക്കുമ്പോൾ അടപ്പിനൊപ്പം പാത്രവും വികസിക്കും. അപ്പം അതെന്താണ്? അത് പെട്ടെന്ന് തുറക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പാത്രത്തിൻ്റെ മൂടി മാത്രം ചൂടാക്കിയിട്ടുള്ളത്. ഖരപദാർത്ഥങ്ങളിലെ താപീയ വികാസമാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രവർത്തനം 7 നോക്കൂ. ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ചിത്രങ്ങൾ പരിശോധിച്ചല്ലോ. വിസർജനവുമായി ബന്ധപ്പെട്ട് ഈ അവയവങ്ങൾ നിർവഹിക്കുന്ന ധർമ്മം ഏത്? പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ
അവയവത്തിൻ്റെ പേര്, വിസർജനവുമായി ബന്ധപ്പെട്ട ധർമ്മം, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തേത് വൃക്കയാണ്. വൃക്കയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? മൂത്രമാണ്. എന്താണ്? മൂത്രം. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? മൂത്രം എന്നതാണ്. വിയർപ്പ്, വിയർപ്പ് നൽകുന്നത് ഏതാണ്? ത്വക്കാണ്. അപ്പോൾ അവിടെ 2 എന്നുള്ളിടത്ത് ത്വക്ക് എന്ന് എഴുതി കൊടുക്കുക. ശ്വാസകോശം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതി കൊടുക്കുക. ഇനി കരൾ എന്താ ചെയ്യുന്നത്? യൂറിയയാണ്. കരൾ യൂറിയ. ഇനി വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെ ചെയ്യണം? ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറക്കുക, പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക, കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം കുറക്കുക, ദിവസവും 12 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് ഇന്നലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. സി, ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് അവയവ വ്യവസ്ഥയാണ്? ഏതാണ്? നാഡീ വ്യവസ്ഥയാണ്. ഉത്തരം എന്ന് പറയുന്നത് നാഡീ വ്യവസ്ഥ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യമാണ്, സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ഭാഗം ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ ഏതായിരിക്കും ദൃശ്യമാകുന്നത്? എ ചോദ്യം, ആ ദിവസം പൗർണമി ആയിരിക്കും. ബി, ആ ദിവസം സൂര്യാസ്തമയ സമയത്ത് അർദ്ധചന്ദ്രനായിരിക്കും. ആ ദിവസം അമാവാസി ആയിരിക്കും. ആ ദിവസം ചെറിയ ചന്ദ്രക്കല കാണും. ഏതാണ് കൂട്ടുകാരെ നമുക്ക് കാണാൻ പറ്റുന്നത്? അന്ന് സൂര്യാസ്തമയ സമയത്ത് അർദ്ധചന്ദ്രനായിരിക്കും എന്നുള്ളതാണ്. ഇനി ചന്ദ്രൻ്റെ വൃത്തിക്കും ക്ഷയത്തിനും കാരണമെന്ത്? എന്താണ്? ചന്ദ്രൻ്റെ പരിക്രമണത്തിൻ്റെ ഫലമായി ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസം മൂലമാണ് വൃത്തിക്ഷയം ഉണ്ടാവുന്നത്. സി ചോദ്യം, ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്, കാരണമെന്ത്? എന്താണ്? നമുക്കറിയാം, പരിക്രമണവും ഭ്രമണവുമാണ് ഒരേ സമയം നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലായി ഏകദേശം എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.